Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് 6 type of gold investment നെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ കൺട്രീസ് അടക്കം ചെയ്യുന്ന ഒരു നമ്മുടെ ഇന്ത്യക്കൊക്കെ ഗോൾഡ് റിസർവ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ റീസെന്റ് തന്നെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ യുകെയിൽ ഉണ്ടായിരുന്ന ഗോൾഡ് റിസർവ് ഒക്കെ ഇന്ത്യയിൽ തിരിച്ചു വിളിച്ചെന്ന് പറഞ്ഞിട്ട് RBIയുടെ സൈഡിൽ നിന്നൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞാലും അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇടിഞ്ഞാലും നോർമലി ഗോൾഡിന്റെ പ്രൈസ് അങ്ങനെ ഇടിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രീസ് അടക്കം ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു സംഭവമാണ് ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ റീസെന്റ് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ ഡെയിലി ഭയങ്കര കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 75,000 ഒക്കെ പവന് എത്തുന്നൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന സർവേയിലൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. 2025 ഭയങ്കര വരാൻ പോകുന്നതാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് യുദ്ധം വരുന്ന കാരണമാണോ നമ്മുടെ ഇപ്പോൾ റഷ്യയും അവരും തമ്മിൽ ഭയങ്കര ആക്രമണമായിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഫുൾ കൺട്രോൾ പോയിരുന്നു തോന്നുന്നുണ്ട്. എന്താ പറയുക, ന്യൂക്ലിയർ വാറൊക്കെ ഉണ്ടാക്കുന്നൊക്കെയാണ് റഷ്യ അപ്പം മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തന്നെ നല്ല ലാഭം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അത്രയും പ്രൈസ് കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ റീസെന്റ് 2 ദിവസം മുമ്പ് കുറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ടൈപ്പിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഏതാണ് ബെസ്റ്റ് മെത്തേഡ്, ഏതാണ് സേഫ് അല്ലാത്ത മെത്തേഡ് എന്നൊക്കെ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ ഞാൻ ഇതിൽ പറയാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്ലോന്നാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GST പോലെ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 6 മെത്തേഡിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 1ാമത്തെ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടാണ്. നമുക്ക് ആക്ച്വലി ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ പരിപാടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഹൗസ് കുറേ ഉണ്ട്. നമുക്ക് ICICI ആയിക്കോട്ടെ, ടാറ്റ, അങ്ങനെ കുറേ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുണ്ട്. അപ്പോൾ അവർ ഓരോ സെക്ടറിൽ തന്നെ നമുക്ക് ഇപ്പോൾ IT സെക്ടറിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ഇഷ്ടം പോലെ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നൊരു സംഭവം ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട് ടാറ്റയിലെ തന്നെ. നോർമലി നമ്മുടെ എല്ലാ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസും ഒരു 65-70 ആ റേഞ്ചിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇപ്പോൾ റീസെന്റ് തന്നെ ഇപ്പോൾ നമ്മുടെ IPO വരില്ലേ, നമ്മുടെ സ്റ്റോക്ക് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നതാണ് IPO എന്ന് പറയാം. അതിന് പകരം നമുക്ക് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് ഇതുപോലെ ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പുതിയത് ഇറക്കും. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ റീസെന്റ് ഞാൻ ടാറ്റയുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് റീസെന്റ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രൈസ് ഇപ്പോൾ 7 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഗോൾഡ് പ്രൈസ് പതുക്കെ കൂടുള്ളൂ. ഇപ്പം നല്ല ടൈം എടുത്തിട്ടേ കൂടുള്ളൂ. നമ്മുടെ മാർക്കറ്റ് പോലെ ക്രിപ്റ്റോ പോലെ ഒന്നും പെട്ടെന്ന് അങ്ങനെ കൂടുന്ന പരിപാടിയൊന്നും ഇല്ല, ഗോൾഡിനില്ല. അപ്പോൾ എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗോൾഡിന്. അത് എന്ത് ടൈപ്പ് മെത്തേഡ് ആയാലും. അതുകൊണ്ട് അത് നമ്മുടെ ഒരു ഗവൺമെന്റ് RBI തന്നെ നമ്മൾക്ക് ഇപ്പോൾ ആക്ച്വലി ബോണ്ട് രൂപത്തിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് വഴിയെ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം പ്രൂഫായിട്ട്. എല്ലാവർക്കും ഉണ്ട് ടാറ്റ ഗോൾഡ് ഫണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി അത് പുതിയതായിട്ട് വന്ന NFO എന്നാണ് പറയുന്നത്, IPO പറയണ പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഞാനൊരു 10-500 യൂണിറ്റ് ഇതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാണ് അന്ന് മാർക്കറ്റ് അത്യാവശ്യം പൊന്തിരക്കണേ എന്ന് വെച്ചാൽ നമ്മൾ ഇത് കാണിച്ചു തരാൻ ഇതിപ്പോൾ അത്യാവശ്യം ഡൗൺ ഇതാകണ്ടോ 7.5 7.5 ഇപ്പോൾ. അപ്പോൾ എൻ്റെ ആവറേജ് വരുന്നത് 7.1 അപ്പോൾ ഇതിനടും കൂടിയാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ETF ആണ് ശരിക്കും. മ്യൂച്വൽ ഫണ്ടും ഉണ്ട്, വേറെ മ്യൂച്വൽ ഫണ്ട് ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യത്തെ 2 നമ്മൾ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടും, ഒരെണ്ണം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും, ഒരെണ്ണം ഗോൾഡ് ETF ആണ്. രണ്ടും സ്റ്റോക്സുകൾ തന്നെയാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, നമുക്ക് മിക്സഡ് ഒരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ETF എന്നായാലും അതേപോലെ തന്നെ പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക, ഞാൻ കാണിച്ചിട്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ കാര്യം. ഞാൻ ഏതാണ് കോട്ടക്കാന്നുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ ഒരു ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങൾ ഇത് കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ 100 രൂപ തൊട്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ETF ആണെങ്കിൽ നമുക്ക് നോർമലി ഞാൻ പറഞ്ഞല്ലോ 70 രൂപ 60 രൂപ, അതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. എത്രയും പ്രൈസ് കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. ഇതാണ് കൊണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ കോട്ടക്കിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന് നമുക്ക് പ്രൈസ് ഒരെണ്ണത്തിന് ഒരു യൂണിറ്റിന് വരുന്നത് എത്രയാണ്, 67 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. 31 രൂപ വരുന്നുള്ളൂ.
കൂടെ കാണാം. അപ്പോൾ അത്രയും പ്രൈസ് കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആ യൂണിറ്റിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ലാഭം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആദ്യത്തെ 2 മെത്തേഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ ETF ആണ്. അപ്പോൾ അത് രണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് തന്നെ പറയാം. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഏഞ്ചൽ വണ്ണോ അങ്ങനത്തെ ആപ്പ് മ്യൂച്വൽ അല്ലെങ്കിൽ ഇൻഡ് മണിയോ ഗ്രോവോ നമുക്ക് ഏത് കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ETF എടുക്കാം. ETF ആയിക്കോട്ടെ, ETF ആയാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ സ്റ്റോക്സിൻ്റെ ഇതിൽ പോകാം. ഇതിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സെക്ടറിലാണ് പോകുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് അത് അറിയാത്തവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ കണ്ടു, ഇത് ഇൻഡിവിൻ്റെ ആപ്പാണ്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മറച്ചു വയ്ക്കാം. ഇപ്പോൾ അത് കാണിക്കും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. ഇതാണ് ആപ്പ്. ഇതിൽ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ ഹോം പേജിൽ പോവാം. കണ്ടോ, ഇതിൽ താഴെ കാണുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ US സ്റ്റോക്സും ഉണ്ട് ഇതിൻ്റെ മുന്നിൽ. ഞാനത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സും ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ സെക്ഷനിൽ കയറിയിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. ഇതിലാണെങ്കിൽ നമ്മുടെ സ്റ്റോക്സിൽ കയറിയിട്ട് ഇതിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണും. അത് ഞാൻ ഹോൾഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇത് കാണിക്കുന്നതാണ്. ഞാൻ അത് കാണിച്ചു തരുന്നില്ല, എന്താ വെച്ചാൽ നമുക്കത് അഡ്വൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ സെബിയുടെ ഒക്കെ റൂള്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഗോൾഡ് ETF നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കണ്ടോ, ഗോൾഡ് ETF നടിക്കുമ്പോൾ വരണുണ്ടോ ICICI ബാങ്കിൻ്റെ ഗോൾഡ് ETF, നിപ്പോണിൻ്റെ, സെറോദയുടെ ഗോൾഡ് ETF, കോട്ടക്കിൻ്റെ, ആക്സിസിൻ്റെ, ഇതൊക്കെ നമുക്ക് ഇതുപോലെ വാങ്ങിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. 12 രൂപ, 63 രൂപ, 64 രൂപ, 65 രൂപ, 27 രൂപ, 75 രൂപ. നോർമലി 60, 70 ആ റേഞ്ചിലായിരിക്കും. ഇപ്പോൾ പുതിയതൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് 10ൻ്റെ താഴെ സംഭവം വരിക. അതുപോലെയാണ് ഇപ്പോൾ ടാറ്റയിൽ വന്നേക്കുന്ന ആരാണ് ഇപ്പോൾ 7.5 രൂപയ്ക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സുഖമായിട്ട് എടുക്കാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ ഗോൾഡ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവർക്ക് കുറേ ആപ്പുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ UPI ചെയ്യുന്ന ആപ്പുകളടക്കം ഇപ്പോൾ ഗോൾഡിൻ്റെ ഡിജിറ്റൽ ഗോൾഡ് എന്നൊരു സംഭവമൊക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോൺ പേ ആയിക്കോട്ടെ, ഗൂഗിൾ പേ ആയിക്കോട്ടെ, എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ബാങ്ക് ആപ്പുകളടക്കം ഉണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സെബിയിൽ ഇപ്പോൾ സ്റ്റോക്സ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഉപയോഗിക്കുന്ന ആപ്പ് അടിച്ചു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നഷ്ടത്തിലായിട്ട് അത് അടച്ചു പൂട്ടി പോയി കഴിഞ്ഞാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഗവൺമെന്റിൻ്റെ അതിനുള്ള എന്താ പറയുക ഇതിന് സെപ്പറേറ്റ് ഒരു കമ്പനീസുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് NSDL, CDCL, ഡെപ്പോസിറ്ററി ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ അതിൽ നമുക്ക് ആക്ച്വലി അവരുടെ ആപ്പിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കാണാൻ പറ്റും. റെഗുലേറ്ററാണ്, SEBI റെഗുലേറ്ററാണ്. പക്ഷേ ഗോൾഡിന് അവിടെ ഒരു റെഗുലേഷൻ വരുന്നില്ല. ഇപ്പോൾ RBIയുടെ അണ്ടറിൽ അപ്രൂവൽ വരുന്ന ആപ്പുകളാണ് വരുന്നതെങ്കിലും പക്ഷേ അവിടെ റെഗുലേഷൻസ് വരുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ കുറേ ആപ്പുകളുണ്ട്. ഇപ്പോൾ ജാർ ആപ്പ്, ഇതൊക്കെ എന്താ പറയുക ഇപ്പോൾ അപ്രൂവലായിട്ട് ആപ്പാണ്, RBIയുടെ അപ്രൂവലായിട്ട് ആപ്പ് തന്നെയാണ്. പക്ഷേ ഞാൻ ജാർ ആപ്പ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഭയങ്കര പരസ്യം സംഭവമൊക്കെ അവന്മാർ എന്താ പറയുക വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ കുറേ ഉടായ്പും കാര്യങ്ങളൊക്കെ പറയും. പറ്റുകയും ചെയ്യും, അത് വേറെ കാര്യം. ഞാൻ ആദ്യം ചെയ്യേണ്ടായിരുന്നു, പക്ഷേ പിന്നെ നിർത്തി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പേരെന്തായിരുന്നു, പ്രൊമോഷൻ സംഭവമൊന്നുമല്ല കേട്ടോ. ഗുല്ലക്ക് എന്ന് പറഞ്ഞ ആപ്പാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഗുല്ലക്കിലും നമുക്ക് ഇതുപോലെ ഇഷ്യൂസുകളുണ്ട്. ഗുല്ലക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് പണിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മുടെ ഈ ഡിജിറ്റൽ ഗോൾഡിനുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ബൈയിങ് പ്രൈസും സെല്ലിങ് പ്രൈസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബൈ ചെയ്തിട്ട് ഇന്ന് തന്നെ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. ഒരു 5% നമുക്ക് ഡിഫറൻസ് വരും സെല്ലിങ് പ്രൈസിൽ. പിന്നെ GST വരും. അത് നോർമൽ എല്ലാത്തിലും വരും. അതാണ് നമുക്ക് ഡിഫറൻസ് വരും ഡിജിറ്റൽ ഗോൾഡ്. ഏത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും ലോങ് ടേം ആണ് ഏറ്റവും പ്രിഫറബിൾ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ടാക്സേഷനെ കുറിച്ച് നമ്മൾ പറയാം, ഞാൻ ലാസ്റ്റ് പറയാത്. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി നാലാമത്തെ മെത്തേഡാണ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ. ഞാൻ നോർമലി ഉപയോഗിക്കുന്ന വണ്ണാമത്തെ മെത്തേഡുകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും നാലാമത്തെ ഇതെത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി രണ്ടെണ്ണം അതിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടും ETF ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡും ഉണ്ട്, ഗോൾഡ് കോയിൻസ് ആൻഡ് ബാർ അതിലും ഉണ്ട്. അപ്പോൾ ഗോൾഡ് കോയിൻസ് വാങ്ങിച്ചു. ഇപ്പോൾ ഗോൾഡ് കോയിൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആമസോണിനടക്കം വാങ്ങിക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഭീമക്കാരുടെ മലബാറിൻ്റെ ഒക്കെ നമുക്ക് ഗോൾഡ് കോയിൻസും ബാറുകളൊക്കെ ആമസോണിൽ അവൈലബിൾ. ഞാൻ ആമസോൺ ത്രൂ വാങ്ങിക്കാറ്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പെണ്ണെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറേ ഉണ്ട്. 916 24 ക്യാരറ്റിൻ്റെ ഉണ്ട്, 22 ക്യാരറ്റിൻ്റെ ഗോൾഡ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഭീമക്കാരുടെ ഒക്കെ ഒരു ഗോൾഡ് കോയിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ ചുമ്മാ കാണിച്ചു തരാം. ഉണ്ടോ, ഭീമയുടെയും കാണിക്കുന്നുണ്ട്. ആമസോണിൽ ഡയറക്റ്റ് അവർ തന്നെയാണ് ജ്വല്ലറിക്കാർ തന്നെ സെല് ചെയ്യുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് വരും. ഞാൻ അതിൻ്റെ പാക്കേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഭീമയുടെ ഒക്കെ വാങ്ങിക്കാറുണ്ട്. നമുക്ക് ഒരു ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു പെട്ടിയിലേക്കാണ് വരിക, മെറ്റാലിക് പെട്ടിയിൽ. എന്താ പറയുക, കാണിച്ചു തരാം. ഒരു മിനിറ്റ്.
ഇതാ ഭീമയുടെ ഒരു ബോക്സ് ആണ്. ഇതുപോലെയാണ് നമുക്ക് ഗോൾഡ് കോയിൻ ഒക്കെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ടാഗ്, ഇതൊക്കെ ടാഗ് പ്രൂഫ് ആയിട്ട് ഒരു ടാമ്പർ പ്രൂഫ് പ്രൊട്ടക്ഷനിലൊക്കെയാണ് വരിക. അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇതിനുള്ളിൽ നമുക്ക് ബില്ലുണ്ട്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നമുക്ക് വാങ്ങിക്കാം, bhimaggold.com. അതിനായിട്ടും സുഖം എനിക്ക് തോന്നുന്നത് ഈസി എന്താ പറയുക, ഷിപ്പ് ആവണതും ഡെലിവർ ആവുന്നതൊക്കെ ആമസോൺ ത്രൂ ആണ്. അപ്പോൾ ഞാൻ ആമസോൺ ത്രൂ വാങ്ങിക്കാറ്. ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഗോൾഡ് കോയിൻ ആയിക്കോട്ടെ ബാർ ആയിക്കോട്ടെ, നമുക്ക് കമ്പാരിറ്റീവ്ലി ജ്വല്ലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മേക്കിംഗ് ചാർജും സംഭവമൊക്കെ കുറവായിരിക്കും. അഞ്ചാമത്തെ മെത്തേഡ് ആണ് നമ്മുടെ ജ്വല്ലറി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന സംഭവം. ഇതുപോലെ ഗോൾഡ് ജ്വല്ലറി, ഇതൊക്കെ നമ്മൾ ഗോൾഡ് ജ്വല്ലറി കുറേ കാലങ്ങളായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിതിൽ മേക്കിംഗ് ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, GST നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ വരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ കേട്ടായിരിക്കും കുറേ ഇപ്പോൾ ജ്വല്ലറിയിൽ പോയി അവർ വേറെ ജോലിക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിന് റേറ്റ് കുറയ്ക്കും. അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ പഴയ എടുത്ത ഗോൾഡുകളൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് 956 മാർക്കിംഗ് ഉണ്ടാവില്ല, ഹോൾ മാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാർജ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസുകൾ നമുക്ക് ജ്വല്ലറിയിലുണ്ട്. ആറാമത്തെ മെത്തേഡാണ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് ബൈ RBI നടത്തുന്ന ഒരു ബോണ്ട് പരിപാടിയാണ് നമ്മുടെ ഗോൾഡ് ബോണ്ട്. നമ്മളൊരു നിശ്ചിത ഇപ്പോൾ 1 ഗ്രാമിന്റെ എമൗണ്ടോ അല്ലെങ്കിൽ 2 ഗ്രാമിന്റെ 3 ഗ്രാമിന്റെ അനുസരിച്ച് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ ബോണ്ടായിട്ടാണ് തിരിച്ചിട്ട്, പണ്ടൊക്കെ നമുക്കൊരു പേപ്പറായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫുൾ ഡിജിറ്റലാണ്. അത് നമുക്ക് RBIയുടെ സൈഡിൽ നിന്ന് കിട്ടും. 8 കൊല്ലത്തേക്കാണ് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 8 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് കിട്ടും ചെയ്യും. എത്ര ലാഭം ഉണ്ട് അതും കിട്ടും. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് 2.5% ഇൻട്രസ്റ്റും കിട്ടും തന്നെ. അപ്പോൾ പിന്നെ സേഫാണ്. നിങ്ങൾക്ക് നോർമലി ഗോൾഡ് ഒരു കുറച്ച് കാലങ്ങൾ ഇപ്പോൾ ഇയേഴ്സ് പിടിച്ചിട്ടാണ് എമൗണ്ട് നല്ലോണം കൂടുക. അപ്പോൾ 8 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഒരു ടൈം പീരീഡ് ആണ്, നമുക്ക് എത്രയും ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് വരുന്ന 6 മെത്തേഡുകൾ. അപ്പോൾ ഇതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ SGB ഗോൾഡ് സോവറിൻ ബോണ്ട് തന്നെയാണ്. പക്ഷേ അതിനൊരു പ്രോബ്ലം വെച്ചാൽ നമുക്ക് ലിക്വിഡിറ്റി ഇല്ല. നമുക്ക് എപ്പോൾ ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എടുക്കാൻ പറ്റില്ല. അതിന് ലോക്കിംഗ് പീരീഡ് സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഇതിന് ലിക്വിഡിറ്റി ഉള്ളത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് ലിക്വിഡിറ്റി ഉണ്ട്, ETF-ന് ലിക്വിഡിറ്റി ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡിന് ലിക്വിഡിറ്റി ഉണ്ട്, ജ്വല്ലറിക്കും കോയിൻസിനും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നോർമലി ജ്വല്ലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിനും ETF-നാണ് കേട്ടോ. ഡിജിറ്റൽ ഗോൾഡിനും ചില ആപ്പ് അനുസരിച്ച് ചിലപ്പോൾ ട്രാഫിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഡ്രോ ചെയ്യില്ല. അപ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര 5 അല്ലെങ്കിൽ ഇത്ര 5 ഗ്രാം ആയാലും ആ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് മ്യൂച്വൽ ഫണ്ടും ETF-ആണ് കേട്ടോ. നമുക്ക് അപ്പോൾ തന്നെ വിൽക്കാം. അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ നോർമൽ സ്റ്റോക്ക് വിൽക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്ന പോലെ തന്നെ യൂണിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് കാശ് കിട്ടും. അതാണ് മെത്തേഡ് കിട്ടുക ലിക്വിഡിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള 6 ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടെ. അതിന് ശരിക്കും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എന്താ പറയുക, ടാക്സേഷൻ സംഭവങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങൾക്കറിയാം എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും ഇപ്പോൾ ടാക്സിന്റെ പരിപാടി ഇല്ലാണ്ടത്തെ കളിയില്ലല്ലോ. അപ്പോൾ ടാക്സേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 കൊല്ലത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിലൊക്കെ നമുക്ക് ഗോൾഡിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലാണ് വരിക. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കാര്യം വരുമ്പോൾ നമുക്ക് 12.5% ടാക്സ് വരുന്നുണ്ട്. അതിന് താഴെ വരുന്ന ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് ഉണ്ടല്ലോ, എത്രയാണോ നമ്മുടെ സ്ലാബ് നമ്മുടെ ഇൻകം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ടാക്സ് ആണ് വരിക കേട്ടോ. അതാണ് നമ്മുടെ ടാക്സേഷൻ്റെ ഗോൾഡിൻ്റെ ടാക്സേഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഫുൾ കഴിഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്ത് പ്രൊമോഷൻ സംഭവം നല്ല ഡയറക്റ്റ് നമ്മുടെ റെഫർ ലിങ്കിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. പേജ് ഓർഡർ ചെയ്താൽ മതി. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബൈ.